ദൈവസ്നേഹമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് ഉറക്കെ പ്രഘോഷിച്ച, ത്യജിക്കുമ്പോഴാണ് ഞാൻ എല്ലാം നേടുന്നത് എന്ന് നമ്മെ പഠിപ്പിച്ച, സഹനങ്ങളും കൊച്ചു കൊച്ചു നന്മകളുമാണ് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴിയെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ, നമ്മുടെ കലാലയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയെക്കുറിച്ച് ഓർക്കുന്നതും ചിന്തിക്കുന്നതും അവസരോചിതമാണ്. കുടുംബം മുഴുവൻ വിശുദ്ധിലേക്ക് ഉയർന്ന അപൂർവത ലിറ്റിൽ ഫ്ലവറിൻ്റെ കുടുംബത്തിന് സ്വന്തം. എൻ്റെ ദൈവവിളി സ്നേഹമാണെന്ന് ഉറക്കെ പ്രഘോഷിച്ചവൾ, ജീവിതം വിജയസാന്ദ്രമാകുവാൻ മുറിവുകളും സഹനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചവൾ, ഞാൻ ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്താണെന്ന് സ്വയം കരുതിയവൾ, ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും വേദനിപ്പിച്ചാലും അതെല്ലാം മുള്ളുകളുള്ള റോസാ ചെടിയിൽ നിന്നും എൻ്റെ ഉണ്ണീശോയ്ക്ക് വേണ്ടി റോസാപ്പൂ ശേഖരിക്കുമ്പോൾ ഏൽക്കുന്ന മുറിവ് പോലെ സന്തോഷത്തോടെ സ്വീകരിച്ചവൾ, തനിക്ക് കിട്ടിയ മുറിവുകൾ ഈശോയോട് ചേർത്ത് വെച്ചവൾ. അതെ, കൊച്ചു കൊച്ചു നന്മകൾ, കൊച്ചു കൊച്ചു സഹനങ്ങൾ. ലിറ്റിൽ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ് ആൻഡ് സാക്രിഫൈസ്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുമ്പോഴും സഹനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അവൾ റോസാപ്പൂക്കൾ ശേഖരിക്കുകയായിരുന്നു. ആ അനുഗ്രഹത്തിൻ്റെ റോസാപ്പൂക്കൾ നമ്മുടെ മേൽ വർഷിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ വിശുദ്ധ ജീവിതത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു ചെറുപുഷ്പ മക്കൾ. ഫ്രാൻസിലെ അലൻസോൺ പട്ടണത്തിലെ മാർട്ടിൻ സെലിഗുരിൻ ദമ്പതികളുടെ 5 പെൺമക്കളിൽ ഇളയവളായിരുന്നു കുഞ്ഞു തെരേസ. കുസൃതി കുരുന്നായിരുന്നെങ്കിലും കുഞ്ഞു തെരേസ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും ചേച്ചിമാരും അവളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിച്ചു. കർമ്മലമഠത്തിൽ ചേർന്ന് ഈശോയുടെ മാത്രം സ്വന്തമാകാൻ കൊച്ചുറാണിക്കും ആഗ്രഹമുണ്ടായി. കർമ്മല ജീവിതം ഏറെ പ്രാർത്ഥനയോടെയും പരിത്യാഗത്തോടെയും ആരംഭിച്ചു. സ്നേഹിക്കാൻ മാത്രമായിരുന്നു അവൾക്കറിയാവുന്നത്. ഈശോയെ ഈ ഭൂമിയിൽ മറ്റാരും ചെയ്യാത്ത വിധം സ്നേഹിപ്പിക്കുക എന്നതായിരുന്നു അവളുടെ ജീവിതാഭിലാഷം. ഉണ്ണീശോയുടെ കളിപ്പന്ത് എന്നാണ് അവൾ തന്നെ വിശേഷിപ്പിച്ചത്. അധികാരികളിൽ നിന്നും കൂടെയുള്ളവരിൽ നിന്നും കുറ്റപ്പെടുത്തലുകളും ശാസനകളും ലഭിച്ചപ്പോൾ അവൾ കുഞ്ഞാടിനെ പോലെ ശാന്തത പാലിച്ചു. ആത്മാക്കളെ രക്ഷിക്കുന്നതിനായി കുരിശിന്റെ വഴി പുൽകുന്നതിൽ അവൾ സന്തോഷിച്ചു. സഹനങ്ങളാകുന്ന രത്നങ്ങൾ കൊണ്ട് അവൾ തൻ്റെ സഭാവസ്ത്രം നെയ്തുകൊണ്ടിരുന്നു. യോദ്ധാവിൻ്റെയും പ്രേഷിതൻ്റെയും രക്തസാക്ഷിയുടെയും ദൈവവിളി കർമ്മലമഠത്തിൻ്റെയും 4 ചുവരുകൾക്കുള്ളിൽ അവൾ നിർവഹിച്ചു. അവൾ ഇപ്രകാരം എഴുതി: എൻ്റെ പ്രാണപ്രിയനായ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതിലധികം ഒരു സ്ത്രീയും തൻ്റെ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നുവെന്ന് പറയാൻ ഇടയാകാത്തക്ക വിധം എനിക്ക് ഈശോയെ സ്നേഹിക്കണം. അവളുടെ സഹനങ്ങളുടെ തോത് വർദ്ധിപ്പിച്ചു. രക്തം വമിക്കുന്ന ചുമകളും ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും രൂക്ഷമായി. ഉടൻ തന്നെ സ്വർഗത്തിൽ പോകാനാകുമല്ലോ എന്നവൾ ആശ്വസിച്ചു. ശാരീരിക ക്ലേശങ്ങളും മാനസിക പീഡകളും ആന്തരിക സംഘർഷങ്ങളും ഒന്നുപോലെ അലട്ടിയപ്പോഴും അവൾ പുഞ്ചിരിക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ശ്രമിച്ചു. മിഷണറി സഹോദരങ്ങൾക്കായും ആത്മാക്കളുടെ രക്ഷയ്ക്കായും അവൾ തൻ്റെ സഹനങ്ങൾ കാഴ്ചവെച്ചു. മരണക്കിടക്കയിൽ കിടന്ന് അവൾ പറഞ്ഞു: എൻ്റെ സ്വർഗീയ ജീവിതം ഭൂമിയിൽ നന്മ ചെയ്യുവാൻ ഞാൻ ഉപയോഗിക്കും. മരണശേഷം അനുഗ്രഹങ്ങളുടെ റോസാ വർഷങ്ങൾ ഞാൻ ചൊരിയും. അധികമാരും അറിയപ്പെടാത്ത കേവലം 24 വയസ്സുവരെ ജീവിച്ച ഈശോയുടെ ചെറുപുഷ്പത്തെ 10-ാം പിയൂസ് മാർപ്പാപ്പ 1925 വിശുദ്ധയായും അഖിലലോക മിഷൻ മധ്യസ്ഥയായും പ്രഖ്യാപിച്ചു.